ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മോർണിംഗ് വ്ളോഗിൽ അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. ഇന്നാണെങ്കിൽ നേരത്തെ കാലത്തൊന്നും നീട്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് കുട്ടികൾക്കൊന്നും സ്കൂളുണ്ടായിരുന്നില്ല കേട്ടോ. സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ, ക്ലാസ്സില്ലാത്ത ദിവസങ്ങളിൽ ഞാൻ ഇത്തിരി ഒന്ന് മടി പിടിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ മൂടി പൊതിച്ച് കിടന്നുറങ്ങിയിട്ട് മെല്ലൊക്കെ എണീക്കാറുള്ളൂ. അന്ന് വിചാരിച്ചിട്ട് 10-10:30 വരെ ഒന്നും അല്ല കേട്ടോ, ഒരു 7 മണി 7:15 വരെ. എന്നിട്ട് ഒരു 7-7:30 ഉള്ളിൽ 8 മണി 8:30 ആണെങ്കിലും ഞാൻ കയറി വിളക്ക് വെക്കാറുണ്ട് രാവിലെ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇല്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ് കേട്ടോ. പിന്നെ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് പുലർച്ചെ നീക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴാണെങ്കിലും അപ്പം അങ്ങോട്ട് വിളക്ക് വെക്കും. അതിച്ചിട്ട് നട്ടുച്ചയ്ക്കല്ല, അതിൻ്റെ മുന്നേ ഒരു 10 മണി മുന്നേക്കെ ആണെങ്കിൽ ഞാൻ വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ വിളക്കൊക്കെ വെച്ചിട്ട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ദിവസം അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. നേരെ തന്നെ നമുക്ക് ഇനി ഒരു കുറി ഇടാം. കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുറി ഇട്ടിട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു പോലെയാണ് കേട്ടോ. അപ്പോൾ കുറിയൊക്കെ എടുത്ത് നനച്ചിട്ട് അപ്പം തന്നെ കൈയോടെ അങ്ങോട്ട് തൊടാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ പിന്നെ അത് മറന്നു പോകും. കുളിച്ച് കഴിഞ്ഞിട്ട് കുറി തൊട്ടിട്ടില്ലെങ്കിൽ എന്തോ ഒരു സുഖമില്ലായ്കയാണ്. അപ്പോൾ അതാ പറ്റണ പോലെ ദിവസങ്ങളിലൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെ കുറിയൊക്കെ തൊട്ടിട്ട് ഇനി നമുക്ക് നേരെ കിച്ചണിൽ കയറാം. രാവിലെ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും പറയണ പോലെ തന്നെ അന്നത്തെ ഒരു ദിവസം വല്ലാത്തൊരു എനർജിയാണ് കേട്ടോ. എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ട പേദന ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലാത്ത ദിവസം ഉറക്കം തൂങ്ങി ചടഞ്ഞ് കുത്തിയും കൊണ്ടൊരു ദിവസമായിരിക്കും. കണ്ണൊക്കെ എഴുതി ഒരു പൊട്ടും തൊട്ട് കുറിയും തൊട്ട് രാവിലെ അടുക്കളയിലാണ് കയറി കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നെ ഒരു ഐശ്വര്യമാണ്. നിങ്ങൾക്കില്ലെങ്കിലും കേട്ടോ, ഞാൻ പറയാം, എനിക്ക് ഇന്നെ തന്നെ കാണുമ്പോൾ ഒരു നേക്കാണ്, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പോസിറ്റിവിറ്റി തോന്നും, അല്ലെങ്കിൽ എന്തോ പോലെ ഒരു സാഡ് അടിച്ച് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചടഞ്ഞു കുത്തിയ പോലെയൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. അങ്ങനെ കിച്ചണിൽ കയറി ജനലൊക്കെ ഒന്ന് തുറന്നിട്ടിട്ട് നമ്മൾ ഗ്യാസൊക്കെ കത്തിച്ച് അടുപ്പിൽ വെള്ളം വെക്കുകയാണ് ചായക്കുള്ളത്. ആദ്യം തന്നെ ഒരു ഗ്ലാസ് ചായക്ക് വെള്ളം വെക്കുക. ഞാനാണ് ഇവിടെ ചായ കുടിക്കുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ കട്ടൻ അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് നമുക്ക് പുട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. അതുകൊണ്ട് വേഗം ആയിക്കോളും. പുട്ടിൻ്റെ പൊടി ആദ്യം തന്നെ അങ്ങോട്ട് ഉതിർത്തി വെക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അതൊക്കെ പാകത്തിനെടുത്ത് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് വെള്ളം, ഇതിലിപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ ഇപ്പോൾ ഒന്നും പുട്ടുണ്ടാക്കാൻ വേണ്ടി വലിയ പാടില്ല. വെള്ളം ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് നല്ലോണം വെള്ളമൊക്കെ വലിച്ചെടുത്ത് സൂപ്പറായിട്ട് അങ്ങനെ കിട്ടിക്കോളും. അങ്ങനെ വെള്ളമൊക്കെ ആക്കിയിട്ട് അതങ്ങോട്ട് കൈയോടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നാളികേരം ചിരകാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അത് വലിയൊരു ടാസ്ക്കാണ്. ഈ കൈവേദന വെച്ചിട്ട് നാളികേരം ചിരകുമ്പോൾ ഇല്ലേ നല്ല സുഖമാണ് കേട്ടോ. നല്ല വേദന ഉണ്ടെങ്കിൽ നമ്മൾ അധികം ചിരകാൻ വേണ്ടി തോന്നും. അങ്ങനെ ഒരു ഭ്രാന്ത് എനിക്കുണ്ട് കേട്ടോ. നല്ലോണം വേദനിക്കുമ്പോൾ നമുക്ക് അധികം കൈയിട്ട് ഇളക്കാം, കൈ ഇങ്ങനെ ഇളക്കി പൊട്ടിക്കാൻ വേണ്ടി തോന്നും. അത്രയും പെയിനുണ്ട് കയ്യിൽ നിന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2 ദിവസമായിട്ട് ഒരു ഒഴിവുണ്ടായിരുന്നില്ല. അതിൻ്റേതായിട്ടുള്ള പെയിനും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട്. ഇനിയിപ്പോൾ റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുക. വേറെ ആരും വന്ന് ചെയ്യാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ പുട്ടിന് അങ്ങോട്ട് തേങ്ങ ചിരക. ഇതൊക്കെ പൂജട്ടിയും ചെയ്ത് തരാറുണ്ട്, കണ്ണൻകുട്ടിയും ചെയ്ത് തരാറുണ്ട് കേട്ടോ. ഇപ്പോൾ ശനി ഞായറാണ് അവർക്ക് ലീവ് കിട്ടുക. അതിൻ്റെ ഇടയിൽ അവരെന്നെ വീഡിയോ കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്, അലക്കാറുണ്ട്, അവർ കഴിച്ച ഫുഡിൻ്റെ പാത്രങ്ങൾ അവർ കഴുകാറുണ്ട്. പിന്നെ എല്ലാം കൂടെ പിള്ളേർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് മാത്രം അവരായിട്ടുമില്ലല്ലോ. പിന്നെ വേദന ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എനിക്ക് മക്കളെ കാത്തിരിക്കാനും പറ്റില്ലല്ലോ. അല്ലാതെ ആരും ചെയ്തു തരാത്തതിനെ കൊണ്ടൊന്നും അല്ല കേട്ടോ. ഇനി അങ്ങനെ കരുതണ്ട. അപ്പോൾ നാളികേരം ഇത്തിരി കൂടുതൽ ചിരകിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബീഫ് തലേ ദിവസം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഷാജന് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഇച്ചിരി എടുത്തിട്ട് ഞാനതൊരു കറിയാക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം കറിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇത്തിരി ഉണ്ട്. അതിൽ നാളികേരം വറുത്തരച്ചാൽ ഇന്ന് ഉച്ചയ്ക്കും രാവിലത്തെയും കാര്യങ്ങൾ അങ്ങോട്ട് ശരിയാവും. ഇന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ള ദിവസം. ഇന്ന് ഫുള്ളൊരു കുക്കിംഗ് ഡേ ആണ് കേട്ടോ. നിങ്ങൾക്ക് ബോറടിക്കില്ല എന്ന് വിചാരിക്കുന്നു. ഓരോ റെസിപ്പീസും ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് ഉപകാരമായിക്കോളും. അറിയണവരാണെങ്കിൽ മിക്കതും എല്ലാവർക്കും അറിയാം, അറിയാത്തവരെല്ലാവരും ഉണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കിഴങ്ങിടാമെന്ന് വിചാരിച്ചു. എന്നുവെച്ചാൽ അതിന് മാത്രം ബീഫ് അതിനകത്തില്ല. അപ്പോൾ നമുക്ക് ചാറും അതെന്തെങ്കിലും കടിക്കാനും കൂടെ കിട്ടണമെങ്കിൽ ഉരുളക്കിഴങ്ങ് നല്ലതാണ്. ബീഫിലും ചിക്കനിലൊക്കെ ഈ ഉരുളക്കിഴങ്ങിട്ട് അത് മതി കേട്ടോ. അവിടെ നമുക്ക് അതിൻ്റെ ചാറ് മതി കഴിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ 2 പൊട്ടാറ്റോ എടുത്തിട്ട് തോലൊക്കെ കളഞ്ഞ് അങ്ങോട്ട് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക, പുട്ടിന് വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളയ്ക്കാനാകുമ്പോഴേക്കും ഈ പരിപാടിയൊക്കെ കയ്യോടെ അങ്ങോട്ട് തീർത്തതാണ്. ഇനി അത് കഴുകിയിട്ട് ഒന്നുകൂടി ചെറുതായിട്ട് നുറുക്കി കൊടുക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ അതിൽ കുക്കറിലിട്ടിട്ടല്ല വേവിക്കുന്നത്. ഓൾറെഡി നമ്മുടെ ചാറ് അവിടെ തലേ ദിവസത്തല്ലേ. അപ്പോൾ അതിലിട്ടിട്ട് വേവിക്കണെ കൊണ്ട് ഞാൻ ഒന്നുകൂടി ചെറുതാക്കിയിട്ടാണ് അരിഞ്ഞു കൊടുക്കുന്നത് കേട്ടോ, ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാണ്ട് അരിഞ്ഞ് പെറുക്കൽ കഴിഞ്ഞാൽ നമ്മൾ ആ ഉള്ള സമയം കൊണ്ട് വേഗം കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഓരോ കാര്യങ്ങളും കൈവട്ടത്തിനനുസരിച്ച് ചെയ്ത് വെച്ചാൽ കുക്കിംഗ് എന്ന് പറയുന്ന കാര്യം അത്ര വലിയ മലമറിച്ച കാര്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. അതങ്ങനെ ഇഷ്ടത്തോടു കൂടെ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ചും. അപ്പോൾ അതാ ഉരുളക്കിഴങ്ങൊക്കെ നുറുക്കി അത് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് പാത്രത്തിലാക്കി കഴുകിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അതൊരു 5-10 മിനിറ്റ് കൊണ്ട് അതങ്ങോട്ട് വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ അതും ആക്കിയിട്ട് അങ്ങോട്ട് കയ്യോടെ അടച്ച് വെച്ചിട്ട് സ്റ്റവിൽ വെച്ച് കത്തിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ സമയമായപ്പോഴേക്കും നമ്മുടെ പുട്ടും വെള്ളത്തിൽ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുട്ടും കുറ്റിയിൽ പൊടി ഇട്ട് കൊടുക്കുക. നമുക്ക് നാളികേരം പൊടി അങ്ങനെ ആക്കിയിട്ട് പുട്ടും കുറ്റി അങ്ങോട്ട് വെച്ച് കൊടുത്താൽ അത് വേഗം പുട്ടായി കുത്തി നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിലും പിന്നെ നിന്ന് മെനക്കെടണ്ട. പുട്ടാകുമ്പോൾ പിന്നെ എന്താ വെച്ചാൽ ബാക്കി കിട്ടണ 4-5 മിനിറ്റ് കൊണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഉണ്ടാവും. അതാണ് ഏറ്റവും സമാധാനം. പിന്നെ ബീഫും പുട്ടും എന്ന് പറഞ്ഞാൽ
അടിപൊളി കോമ്പിനേഷനാണ്. അത് വേറൊരു ലെവലാണ്. നമ്മൾ നോലുമ്പ് എടുക്കണില്ലേ എന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പുസ്തക പൂജയുടെ നോലുമ്പൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. ഈ പ്രാവശ്യം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ സമയം വെച്ചിട്ടാണ് ഷാജേട്ടൻ ഈ സാധനങ്ങളൊക്കെ കൊടുത്തയക്കാൻ വേണ്ടി പറഞ്ഞത്. എനിക്ക് പറയാൻ പറ്റുമോ, പുസ്തക പൂജയാണ് അതുകൊണ്ട് ഈ സാധനങ്ങളും എനിക്ക് കൊടുത്തയക്കാൻ വേണ്ടി പറ്റില്ല എന്ന്. അവർക്ക് ഇവിടുന്ന് ആൾ പോകുമ്പോഴല്ലേ ഈ സാധനങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ബീഫൊന്നും ഷാജേട്ടൻ കഴിക്കില്ല കേട്ടോ, ഇറച്ചി മീനൊന്നും. ആൾക്ക് മീനച്ചാറും ബാക്കിയുള്ള അച്ചാറും ഉപ്പിലിട്ട കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കണേ. ഇത് അവിടെയുള്ള ഏട്ടന്മാർക്ക് കൊടുത്തയക്കാൻ അവർ ഷാജേട്ടൻ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ബീഫ്. അത് നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. 2 കിലോ വാങ്ങാൻ പറഞ്ഞ് ഞാൻ 2.5 കിലോൻ്റെ ഒക്കെ അടുത്ത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടാണ് കേട്ടോ കുറച്ച്. ബാക്കി നമുക്ക് അവർക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. എന്താ പറയുക, വാഴ നനയണ കൂടെ ചീര നനയട്ടെ എന്ന് പറഞ്ഞ പോലെ നമുക്കും വേണ്ടേ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഉണ്ടാക്കുമ്പോൾ ഒരു കൊതി പാടില്ലല്ലോ. അതുകൊണ്ട് ഇപ്പം നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഉരുളക്കിഴങ്ങ് വെന്തപ്പോൾ ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. ഗ്രാമ്പൂ, പട്ട, ഏലക്ക, കുറച്ച് കുരുമുളക്, പിന്നെ നാളികേരം, 2 വെളുത്തുള്ളി, 2 ചെറുള്ളി, വേപ്പില, പിന്നെന്തായിരുന്നു പെരിഞ്ചീരകം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടെടുത്തിട്ട് നമ്മളൊന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കുക. ഇത് ബീഫ് വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കുരുമുളക് ഞാൻ പൊടിയല്ല ഇട്ടിട്ടുള്ളത്, ഹോളായിട്ടാണ് മൊത്തത്തിലാണ് കുരുമുളക് മണിയായിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പം എല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ കറിവേപ്പില ഇട്ടിട്ട് ഒരു ബ്രൗൺ കളറാവണ വരെ വറുക്കാൻ വേണ്ടി നിൽക്കുക. ആ സമയം കൊണ്ട് നമ്മൾ പുട്ടുകുറ്റിയിൽ പുട്ടെടുത്തുകൊണ്ടിരിക്കണമുണ്ട്, അത് നിറച്ചുകൊണ്ടിരിക്കണമുണ്ട് കേട്ടോ. അപ്പോൾ ആയതെടുത്ത് കുത്തണമുണ്ട്, ബാക്കി നിറച്ചിട്ട് നമ്മൾ വെക്കണമുണ്ട്. നാളികേരം ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ അതിനകത്തേക്ക് മല്ലിപ്പൊടിയും ചിക്കൻ മസാലപ്പൊടിയും മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. തലേ ദിവസം വെച്ച കറിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിനകത്ത് മുളക് പൊടിയും എരിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പോരാത്ത ഗ്രേവിക്ക് അനുസരിച്ചുള്ള മീറ്റ് മസാലയും മല്ലിപ്പൊടി മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമ്മുടെ കറി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് സ്റ്റവിൽ കത്തിച്ച് വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. എന്നിട്ട് അതിലേക്ക് വെന്തിരിക്കണ ഇതില്ലേ ഉരുളക്കിഴങ്ങ്, അതും ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. നമുക്ക് ചാറ് വേണമല്ലോ, കറി വേണമല്ലോ, ഗ്രേവി, അതിന് വേണ്ടിയിട്ട് എന്നിട്ട് അടച്ചു വെച്ചു. അതങ്ങനെ തിളക്കട്ടെ. പൊട്ടറ്റോ വെന്തതാണ്. ഇനി ആ മസാലയും കാര്യങ്ങളൊക്കെ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തിളച്ച് മറയട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് വേഗം നമ്മുടെ അരപ്പ് അങ്ങോട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലിട്ടു. പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇനി അരയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ. കറണ്ട് എപ്പോഴാണ് പോകുകയെന്നൊരു ഐഡിയ ഇല്ല. അതുകൊണ്ട് നമുക്ക് വേഗം മഷി പോലെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് അരപ്പങ്ങോട്ട് കഴിഞ്ഞു. ഞാൻ പരിപാടി വലിയൊരു ഘട്ടമാണ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് സിമ്പിളാണ് ഇട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, വലിയ പാടൊന്നുമില്ല. എന്താ വെച്ചാൽ തലേ ദിവസം കുക്ക് ചെയ്തിട്ടുള്ള കറിയാണല്ലോ. അതിൽ ഈ വറുത്തരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തെ കറിക്കുള്ളത് കിട്ടും. അതിപ്പോൾ ചിക്കൻ ആണെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള അമ്മമാരുടെ തട്ടിപ്പും തരികയാണ്. ഒരു ദിവസം കറിയാണ് വെക്കണമെങ്കിൽ പിറ്റേ ദിവസം വറുത്തരച്ച് അത് വേറൊരു ടേസ്റ്റുമായി ആ ഒരു ദിവസത്തെ ബഡ്ജറ്റ് അങ്ങനെ അങ്ങോട്ട് പോവുകയും ചെയ്തു. ഇതിപ്പോൾ വെറുതെ നാശാക്കി കളയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇതിപ്പോൾ അങ്ങനെ കൂട്ടുകയാണെങ്കിൽ അത് അപ്പാക്കി അങ്ങോട്ട് കഴിയും. ഇതാവുമ്പോൾ എനിക്ക് രാവിലത്തെ കടിക്കുമായി, ഉച്ചയ്ക്കത്തെ ചോറിനായി. എന്താ വെച്ചാൽ നമുക്കൊന്ന് കുറേ കാര്യങ്ങൾ കിച്ചണിലൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഫുഡിൻ്റെ പരിപാടി ഇങ്ങോട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പാടില്ല. പിള്ളേർക്ക് വിശക്കുകയാണെങ്കിൽ വേഗം എടുത്ത് നമുക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി പറ്റുമല്ലോ. അതിൻ്റെ ഒരു ഐഡിയയും കൂടിയൊക്കെയാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വറുത്തരച്ചിരിക്കുന്ന ഗ്രേവിയും കാര്യങ്ങളൊക്കെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് വേഗം കയ്യോടെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അതങ്ങോട്ട് കഴുകി യഥാസ്ഥാനത്ത് അങ്ങോട്ട് കൊണ്ടുവച്ചു. അപ്പോൾ ഒരു സമാധാനമാണ് നമുക്ക് കേട്ടോ. മൊത്തത്തിൽ അങ്ങോട്ട് അലമ്പ് വാരി വലിച്ചിട്ട പോലെ തോന്നും. എന്നിട്ട് അവിടെ ഒന്ന് കയ്യോടെ തുടച്ചിട്ടുണ്ട്. അതൊരു സ്ഥലത്ത് തുടയ്ക്കാൻ എടുക്കുമ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് തുടച്ച് പോയിക്കോളും. അപ്പോൾ എല്ലായിടും അങ്ങോട്ട് വൃത്തിയായിക്കോളും. അപ്പോൾ അതങ്ങനെ അതും കൂടെ അങ്ങോട്ട് കഴിഞ്ഞു. എന്നിട്ട് ആ തുടപ്പം ഒന്ന് ഊരിപ്പിഴിഞ്ഞ് ഇട്ടിട്ട് കൈ ഒന്ന് വാഷ് ചെയ്തിട്ടും ബാക്കി പരിപാടിക്ക് നമുക്ക് കിടക്കാം കേട്ടോ. ഇനി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ കറിയൊക്കെ തിളച്ചൊന്ന് കുറുകി വന്നു. ഇനി അത് ഞാൻ വറുത്തിടണമൊന്നുമില്ല, ഓൾറെഡി ഉള്ളിയും കാര്യങ്ങളൊക്കെ കാച്ചിയതാണ്. തലേദിവസത്തെ കറിയാ പറഞ്ഞല്ലോ. അതിനകത്തേക്ക് കുറച്ചധികം മല്ലിച്ചപ്പ് ഞാൻ അങ്ങോട്ട് മുറിച്ചിടുന്നുണ്ട്. എന്നിട്ട് അങ്ങോട്ട് കൈയോടെ അടച്ചു വെച്ചു. ഇനി അതിൻ്റെ മണവും രുചിയൊക്കെ അതിനകത്തേക്ക് പിടിക്കട്ടെ. പുട്ടുണ്ടാക്കലും പുട്ട് ചുടുകയെന്ന് ഏകദേശം കഴിഞ്ഞു. പുട്ടൊക്കെ ഇങ്ങനെ ഒരു പാത്രത്തിലാക്കി വെച്ചു. നമുക്ക് എടുക്കാനുള്ള ഒരു കറി ഒരു പാത്രത്തിലാക്കിയിട്ട് ബാക്കി നമുക്ക് എടുത്ത് കഴിഞ്ഞിട്ട് ഈ ചട്ടി മാറ്റാമെന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ എല്ലാവർക്കും കാര്യമായിട്ട് വിശക്കുന്നുണ്ട്. ബീഫിൻ്റെ സ്മെല്ല്, കറിയുടെ സ്മെല്ല് കേട്ടിട്ട് അവിടെ നിൽക്കപ്പുറത്തില്ല കേട്ടോ. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇനി ടേബിളിൻ്റെ അവിടെ കൊണ്ട് വയ്ക്കുക. എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്നിട്ട് അങ്ങോട്ട് കഴിക്കാം കേട്ടോ. ക്ലാസ്സില്ലാത്ത സമയത്താണ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇരുന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുക. ഇവർ ശനി ഞായറാണെങ്കിൽ ഇത്തിരി നേരത്തൊക്കെ കഴിക്കും കേട്ടോ. ഞാൻ ഇവരുണ്ടെങ്കിൽ പിന്നെ എനിക്ക് കുഴപ്പമില്ല. ഒറ്റയ്ക്കാണെങ്കിൽ അതൊരു 11:30-12 മണി വരെയൊക്കെ ഞാൻ തള്ളി നീക്കി കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞാനും പൂജിട്ടിയാണെന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത്. കണ്ണൻകുട്ടിക്ക് ഇന്ന് മാച്ച് ഉണ്ടായിരുന്നു. ആശാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. തോട്ടിൽ പോയിട്ട് കുളിച്ച് വരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. അപ്പോൾ അവനെ വെയിറ്റ് ചെയ്ത് നിന്ന് കഴിയുമ്പോഴേക്കും സമയം വൈകും. നമുക്കിന്ന് ഞാൻ പറഞ്ഞല്ലോ കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ചായ കൂടി അങ്ങോട്ട് വേഗം ഫാസ്റ്റിൽ നടക്കണം. എന്നിട്ട് വേഗം നമുക്ക് കിച്ചണിൽ കയറണം. 1 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതവിടെ പോകും. മൊത്തത്തിൽ കാൽക്കുലേഷൻ തെറ്റും. അപ്പോൾ ഇതാ കറി കൊഴിച്ചിട്ടുണ്ട്. നല്ല വറുത്തരച്ചിട്ടുള്ള ബീഫ് കറി, പൊട്ടറ്റോ ഒക്കെ ഇട്ടിട്ടുള്ളതും പുട്ടും. എൻ്റെ പൊന്നോ, ഇതിലേക്ക് വേറെ എന്താ പിന്നെ വേണ്ടത്? ചപ്പാത്തി, പൊറോട്ട, വെള്ളപ്പം, ഇതിലേക്കൊക്കെ അത് പോകും കേട്ടോ. ചോറിൻ്റെ കൂടി അടിപൊളിയാണ് കേട്ടോ. നല്ല ചൂടോടുള്ള ചോറായിട്ടുണ്ടെങ്കിൽ സൂപ്പറാണ്. ഈ ചൂടാറരുത്. ചൂടാറിയില്ല വലിയ സീനോ. എനിക്ക് ചൂടോട് കൂടിയിട്ടാണ് ഇഷ്ടം. അതുകൊണ്ടാണ് പറഞ്ഞേട്ടാ. അങ്ങനെ ഞാനും പൂജിട്ടിയും കൂടെ പുട്ടൊക്കെ ഇരുന്നിട്ട് അമക്കി വിടുകയാണ്. പുട്ടാകുമ്പോൾ പിന്നെ തള്ളാൻ വേണ്ടിയിട്ടും നല്ല തള്ളാവും ചേച്ചിയില്ലേ എന്ന് ചോദിക്കരുത്. വിശക്കില്ല, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല.
അങ്ങനെ അത് കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി കിച്ചണൊക്കെ ക്ലീൻ ആക്കിയിട്ട് വീണ്ടും നമ്മൾ നമ്മുടെ പരിപാടിക്ക് കിടക്കുക. ചട്ടി വെച്ചു, ഗ്രാമ്പു പട്ട ഏലക്ക ഇട്ട് കൊടുത്തു, എണ്ണ മൂക്കുമ്പോൾ എന്നിട്ട് ചെറുള്ളി, കുറച്ചധികം ചെറുള്ളിയും പിന്നെ വേപ്പില ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ധാരാളം ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ബ്രൗൺ കളർ ആവട്ടെ. ഇത് നമ്മൾ ഇന്നലെ തലേ ദിവസം വേവിച്ച് വെച്ച ബീഫില്ലേ, ഡ്രൈ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള പരിപാടിക്കാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ മല്ലിപ്പൊടി ആവശ്യത്തിന്, പിന്നെ മീറ്റ് മസാല ആണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ബീഫ് വേവിക്കാൻ വേണ്ടി തലേ ദിവസത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളക് പൊടി ഇട്ടിട്ട് ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. അതെനിക്ക് ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. എനിക്ക് എല്ലാം കൂടെ ഒന്നും നടക്കില്ല. ഇതങ്ങനെ നല്ലോണം ഡ്രൈ ആക്കണമെങ്കിൽ ഒരുപാട് മണിക്കൂർ നിന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇന്നലെ ഞാൻ അങ്ങോട്ട് വേവിച്ച് ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കേടൊന്നും വരില്ല. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ചധികം ചെറുള്ളി എടുക്കണം, കുറച്ചധികം ഇഞ്ചി വെളുത്തുള്ളി എടുക്കണം. ഇതെല്ലാം ഒരു ബ്രൗൺ കളറാവണം, ഇല്ലെങ്കിൽ ഇത് പൊട്ട നാശമായി പോവും. ആ ഒരു ഗോൾഡൻ ഇങ്ങനെ കലകലാന്നുള്ള സൗണ്ട് വരണം. എന്നിട്ടാണ് നമ്മൾ ഈ പൊടിയൊന്ന് മൂത്ത് വരുമ്പോൾ വേഗം ഈ ബീഫ് തട്ടി കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് പിന്നെ മണിക്കൂർ നേരം നമ്മൾ സിമ്മിലിട്ടിട്ട് ഇതിങ്ങനെ ഇളക്കി വരട്ടി കൊടുക്കണം. അതിൻ്റെ ഇടയിലൊക്കെ 2-3 പ്രാവശ്യം കുറച്ചധികം കുരുമുളക് പൊടി വെതറി കൊടുക്കുകയും വേണം. ഈ ഒരു കുരുമുളകിൻ്റെ ഫ്ലേവറും ചെറുള്ളിയും ഈ ഒരു വെളുത്തുള്ളിയും മൂപ്പിച്ച സംഭവമൊക്കെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇതൊരു ബ്ലാക്ക് കളറാവണ വരെ നമുക്ക് കുറച്ച് പാടാണ് കേട്ടോ ഇളക്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കൊണ്ടുപോകാനുള്ള മാങ്ങി നെല്ലിക്കയും മുളകും ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. മുളക് ചീനിമുളക് പിന്നെ കുറച്ച് വാങ്ങിയതാണ്, ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ നെല്ലിക്കയും ചീനിമുളകും ഉപ്പ് ചേർത്തിട്ടുണ്ട്, മാങ്ങയിലും ആക്കിയിട്ടുണ്ട്. അച്ചാർ ഐറ്റംസ് ആയിട്ട് മാങ്ങച്ചാറും പിന്നെ കൈപ്പങ്ങച്ചാറും ഉണ്ടാക്കുന്നത്, മീനച്ചാറും കൈപ്പങ്ങച്ചാറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ പിന്നെ ഉപ്പിലിട്ടത് ഇത്രയും ഐറ്റംസ്. ഇതാകുമ്പോൾ പിന്നെ പൊട്ടയമില്ല, പൂക്കൊന്നുമില്ല. അവർക്ക് പിന്നെ ഉപ്പിലിട്ടതാണ് ഇഷ്ടം. അവരുടെ കഴിക്കുന്ന താല്പര്യത്തിനനുസരിച്ചല്ലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരെണ്ണം അച്ചാറാക്കിയാലോ ഒന്നും ഉണ്ടാകുമല്ലോ. പക്ഷെ അതൊക്കെ പറഞ്ഞാൽ ഉപ്പിലിട്ടത് മതി. ഓക്കെ, ഇതിലേക്ക് ഇതാ അവിടെ ഇങ്ങനെ വരട്ടി ഇത് കുറച്ച് ടൈം പിടിക്കും. ഇതിന് എന്നുവെച്ചാൽ നമ്മളിതിങ്ങനെ സിമ്മിൽ കിടന്ന് കുരുമുളകൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് വറ്റി, പിന്നെയും കുരുമുളക് ഇട്ട് കൊടുത്ത് അങ്ങനെ വരട്ടി ഇതിൻ്റെ വെള്ളം മൊത്തത്തിൽ പോണ വരെ കുറേ നേരത്തെ മെനക്കെടാം. അപ്പോൾ ഇതിങ്ങനെ മെല്ലെ ആവട്ടെ. ലാസ്റ്റ് സ്റ്റേജിൽ ഞാൻ കാണിക്കേ. ലേവിനെ പറഞ്ഞ പോലെ ഇന്നത്തെ വീഡിയോ മൊത്തം ബീഫ് വരട്ടല്ലേ പോകും. അപ്പോൾ ഇതിങ്ങനെ ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലം ഇത് ഇങ്ങോട്ട് സിമ്മിലേക്ക് മാറ്റിയിട്ട് ഇവിടെ ചോറ് വയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനാകുമ്പോഴേക്കും 1 മണി, എത്ര മണി 12:30 കഴിഞ്ഞില്ലേ. അപ്പോൾ പിന്നെ അതുകൊണ്ട് വേഗം ആ പരിപാടി എല്ലാം കൂടെ ഒരുമിച്ചാണ് ഉണ്ടാകുക. അല്ലെങ്കിൽ ഇതൊന്ന് ലൈവ് പോകാൻ വേണ്ടി പറ്റില്ലേ. അപ്പോൾ അതൊക്കെ കണ്ട റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് വൈകുന്നേരം നമുക്ക് പേക്കാക്കാം. പേക്കാക്കിയിട്ട് രാത്രിയിലാണ് കൊടുക്കണം. രാവിലെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല നമുക്ക്. പിള്ളേർക്ക് സ്കൂളുണ്ട്, ഈ മഴ മൊത്തത്തിൽ 2 ദിവസമായിട്ട് മഴയാണ്. അപ്പം അത് കാരണം വൈകിട്ട് ആക്കാൻ കൊണ്ടു കൊടുക്കണം. അപ്പം അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇത്രയും ഐറ്റംസാണ് നമ്മൾ കൊണ്ടു കൊടുക്കാനല്ലേ. വേറെ ഒന്നും ആൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ ലിസ്റ്റൊക്കെ ഞാൻ വട്ടേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ചുമട പൊടി, പിന്നെ എന്തായിരുന്നു വെളിച്ചെണ്ണ, അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ വാങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ ആക്കിയിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്തതിന് പേക്കാക്കുമ്പോൾ കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊരു ഈ ഒരു ബ്ലാക്ക് കളർ ഇങ്ങനെ എത്തണം. ആ സമയത്ത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും, മൂപ്പിക്കും, പിന്നെയും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കും. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണതിന് പഞ്ഞൊന്നും കാണിക്കാൻ കേട്ടോ, നല്ല ടേസ്റ്റ് ഇതിന് കൂടും. അതുപോലെ ഈ ഒരു കളറ് വരണം നമുക്കിങ്ങനെ ബ്ലാക്ക് കളർ. ഇതിങ്ങനെ പൊട്ടും, വെള്ളം മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ബീഫ് ഇങ്ങനെ ടക്കടക്കാതിനെ പൊട്ടിക്കൊണ്ട് വരും. ആ പൊട്ടിന് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം വെള്ളമൊക്കെ മാറിയിട്ട് അതൊരു പാകത്തിന് വന്നിട്ടുണ്ടെന്ന് കേട്ടോ. ബീഫ് റെഡി. ഇങ്ങനെ പൊട്ടുന്ന സൗണ്ട് കേൾക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു തുള്ളി വെള്ളമില്ല. ഇത് കേടാരാത്ത അവിടെ ഇരിക്കാൻ മതിയായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ആണ് കൊടുത്താക്കിയത്. എന്ന് വെച്ചാൽ ഷാജേട്ടൻ കഴിക്കില്ല, മീറ്റ് ഐറ്റംസ് ഒന്നും ആള് കഴിക്കില്ല. അപ്പം അത് കാരണം ഇങ്ങനെ കൂടെ പേർക്ക് കൊടുത്താക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളൂ. ബീഫ് ആദ്യമായിട്ട് ഉണ്ടാക്കി കൊടുത്താക്കി. അപ്പം അതുകൊണ്ട് ഞാൻ വെള്ളം നല്ലോണം വലിച്ചു. ഒരു പൊട്ടൽ കേൾക്കുന്നില്ലേ, അപ്പോൾ വെള്ളമൊക്കെ വറ്റിയെന്നുള്ളതാണ്. ഞാനിവിടെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ, നമ്മൾ ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കാറ്. ഇങ്ങനെ ബ്ലാക്ക് കളർ വരും, നല്ല ടേസ്റ്റ്. ഇങ്ങനെ വയ്ക്കുമ്പോൾ നല്ല മോര് കാച്ചിയൊക്കെ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മുടെ ബീഫ് അങ്ങനെ റെഡി ആയി. കുറേ മണിക്കൂർ നേരം നിന്നുണ്ട് അതിനകത്ത്. അപ്പോൾ അത് ഓഫ് ചെയ്യാണ്. ഇനി ഇത് തണുത്തിട്ട് നമുക്ക് വാഴയിലയിൽ വാട്ടി പാക്ക് ചെയ്തിട്ട് ഫ്രീസറിൽ കയറാം. അങ്ങനെയാകുമ്പോൾ പിന്നെ ഫുഡും കേടുവരില്ല അല്ലേ. അപ്പോൾ ഈ ഫുഡ് കഴിക്കുമ്പോൾ കാണാം ഗൈസ്. മണിക്കൂർ നേരത്തെ പ്രകടനത്തിന് ശേഷം ഞാൻ മാമുണ്ണാൻ വേണ്ടിയിട്ടിരുന്നു. പിള്ളേരൊക്കെ അതിൻ്റെ ഇടയിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ട് പേടിയായിരുന്നു, അത് അടി പിടിക്കുമോ എന്താവും എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കിങ്ങോണ്ടിരിക്കണമല്ലോ, അത് കാരണം. എന്നിട്ട് ഞാൻ ചോറും 2-3 കഷ്ണം ബീഫിൻ്റെ ഡ്രൈ ഫ്രൈയും
മുരിങ്ങാത്തോരനൊക്കെ എടുത്തിട്ട് ചോറുണ്ട് അതൊക്കെ ആയതിൻ്റെ ശേഷം കേട്ടോ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നത്. അപ്പോഴേക്കും 3-3:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബീഫ് ഡ്രൈ ഫ്രൈ ഞാൻ ബീഫ് ഐറ്റംസ് ഒക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ഈ അബ്രോഡ് ഷാജേട്ടന് കൊടുത്തയക്കുന്നത്, പുറത്ത് ഗൾഫിലേക്ക് കൊടുത്തയക്കുന്നത്. എന്താ വെച്ചാൽ അവരിതൊന്നും കഴിക്കില്ല. ഞാൻ ഈ മീനച്ചാർ, അവർ പറയണ അച്ചാറുകൾ, ഉപ്പിലിട്ടത്, ഇങ്ങനത്തെ ഉണക്കമീൻ ഇവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളല്ലേ നമ്മൾ കൊടുത്തയക്കുള്ളൂ. ഇതിപ്പോൾ അവിടെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് കൊടുത്തയക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞാൻ കൊടുത്തയച്ചിട്ടില്ല. ബീഫിൻ്റെ ഐറ്റംസ് ഒക്കെ നമ്മൾ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഫുഡ് ട്രക്കും കാര്യങ്ങളും തട്ടുകട ആ സംഭവങ്ങളൊക്കെ ഉള്ള സമയത്തൊക്കെ ഇത് നമ്മൾ ധാരാളം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട് പേക്കാക്കലാണ്. മീനച്ചാർ ഇതാ ഇങ്ങനെ ഒരു അളുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ. അതാകുമ്പോൾ പിന്നെ അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. ഈ കവറിൽ ആക്കി കൊടുക്കുമ്പോൾ, പേക്കിംഗ് കവറിലാക്കുമ്പോൾ പിന്നെ അവർക്ക് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആക്കാൻ വേണ്ടിയിട്ട് പാത്രങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ പാത്രങ്ങൾ വാങ്ങിയിട്ട് ഞാൻ കൈപ്പങ്ങച്ചാറും പിന്നെ മീനച്ചാറൊക്കെ ഓരോ അളുക്കിലാക്കി വെച്ചു. പിന്നെ ഇതാ നമ്മുടെ ബീഫ് വാഴല വാട്ടിയിട്ട് അതിനകത്ത് പൊതിഞ്ഞിട്ട് കണ്ടില്ലേ, അങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ട്, അടിപൊളിയാണ്. ഇനി അവിടെ അവർ ചെന്ന് ചൂടാക്കി കഴിച്ച് കഴിഞ്ഞാൽ മതിട്ടോ. കേടാവരുത് ഭഗവാനെ, എനിക്കറിയില്ല കേടാവൂല്ലേ എന്നൊക്കെ. ഞാൻ കേടാവാത്ത രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് കൊണ്ടുവന്ന് കൊടുക്കണം വീട്ടിൽ. ഞാൻ അവരോട് പിറ്റേ ദിവസം അവർ പേക്കാക്കണ സമയം വരെ ഫ്രീസറിൽ വെക്കാൻ വേണ്ടിയിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാഴയിലയിൽ വാട്ടി പൊതിഞ്ഞിട്ട് നമ്മുടെ പേക്കിംഗ് കവറില്ലേ അതിനകത്ത് ആക്കിയിട്ട് സെല്ലോട്ടോ. അപ്പോൾ എല്ലാം നല്ല ഭദ്രമാക്കിയിട്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഉപ്പിലിട്ടതുണ്ട് കേട്ടോ. മാങ്ങ ഉപ്പിലിട്ടത്, നെല്ലിക്ക ഉപ്പിലിട്ടത്, മുളക് ഉപ്പിലിട്ടത്, പിന്നെ പപ്പായ ഓമക്കായ ഉപ്പിലിട്ടത്, നാരങ്ങ ഉപ്പിലിട്ട്. ഈ ഉപ്പിലിട്ട ഐറ്റംസൊക്കെയാണ് ഷാജേട്ടന് ഇച്ചിരി കൂടെ കൂടുതൽ ഇഷ്ടം. പിന്നെ അച്ചാറിന് വേണ്ടിയിട്ട് കൈപ്പങ്ങ അച്ചാറും മീനച്ചാറും ഉണ്ട്. ഇനി പിന്നെ നമ്മൾ അന്ന് പോകുമ്പോൾ കൊടുത്തയച്ച അച്ചാറുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുവിധം തീർന്നിട്ടുണ്ടാവും. അച്ചാറാകുമ്പോൾ പെട്ടെന്ന് പൂക്കല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഉപ്പിലിട്ടതാക്കിയത്. പിന്നെ ഉപ്പിലിട്ടത് നമ്മുടെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ഇത്രയും ഐറ്റംസാണ് നമ്മൾ കുറേ അധികം ചീനമുളക് അത് വേറൊരു ഏട്ടന് വേണ്ടിയിട്ട് വാങ്ങാൻ വേണ്ടി പിന്നെ രണ്ടാമത് നമ്മൾ പോയി വാങ്ങിയതാണ്. പിന്നെ നല്ല വെളിച്ചെണ്ണ ഉണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ പേക്കാക്കണ ധൃതിയിലാണ്. ഓരോന്നിലും ഓരോന്ന് പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അത് മാറണ്ടെന്ന് വിചാരിച്ചിട്ട് കൊടുക്കാനുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ബീഫ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ പിന്നെ ഷാജേട്ടന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൂടുതലുള്ളവർക്ക് എല്ലാവർക്കും എടുക്കാം കേട്ടോ. എല്ലാവർക്കും മാത്രമൊന്നുമല്ല. ബീഫ് പിന്നെ ആൾ കൂട്ടാത്തതുകൊണ്ട് ഞാനത് പേര് എഴുതി ഇങ്ങനെ ഒരു ബോക്സിലാക്കി അടച്ച് കെട്ടിയപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതുപോലെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. ഇനി ഇതൊക്കെ പേക്കാക്കിയിട്ട് വേഗം കൊണ്ടു കൊടുക്കണം. ഇപ്പം തന്നെ നേരെ 7:45-8 മണി ആവാറായി. നമ്മൾ രാത്രിയിൽ നിന്ന് അവിടെ എത്തണം. രാജശേരിയാണ് സ്ഥലം, അവിടെ എത്തിക്കണം കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. ടാറ്റാ ബൈ, സീ യു.